എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ശ്രീ മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. മാങ്ങോട്ടുകാവ് ഭഗവതി ക്ഷേത്രം ഞങ്ങളുടെ ധർമ്മദൈവം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപ് തന്നെ അവിടെ ആദ്യം ഭഗവതി എവിടെയാണോ ഇരുന്നത് അവിടെ മൂലസ്ഥാനത്തൂടെ പോയതിന് ശേഷമാണ് ഞങ്ങൾ കാവിലേക്ക് പ്രവേശിക്കുള്ളൂ. ഭക്തൻ്റെ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവതി അതിന് ഉത്തരമരുളും. ഭയങ്കര ശക്തിയുള്ള ഭഗവതിയാണ്. ഭഗവതിയും പിന്നെ മുന്നിലായിട്ട് മൂക്കൻ ചാത്തനുമാണ് വരുന്നത്. അപ്പോൾ ഭഗവതിയെ വിളിക്കുന്ന എല്ലാവർക്കും ആ ഒരു ഗ്രേസ് ലൈഫിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അത് പറയുമ്പോൾ ഒരു കഥ കൂടെ ഞാൻ പറഞ്ഞു തരാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തൃശ്ശൂർ റൗണ്ടിൽ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ചു. അപ്പോൾ ആ ചേട്ടൻ ഞാൻ വിളിക്കുന്ന സമയത്ത് ഒരു ലോട്ടറി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാറമേക്കാവിൻ്റെ അവിടെ കൂടെ വരുമ്പോൾ എനിക്ക് ലോട്ടറി എടുക്കാൻ തോന്നി എന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ ചേട്ടൻ ലോട്ടറി എടുത്തതെന്നാണ് എന്നോട് കഥകൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ആ ലോട്ടറി എല്ലാ ദിവസവും എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അയാൾ അത് തിരിച്ച് പറഞ്ഞത്. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് ലോട്ടറി എടുക്കാറുണ്ട്, അടിക്കാറുണ്ട്, ഇന്നലെ 5000 രൂപ അടച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് പറഞ്ഞു, ഓ ചേട്ടൻ ലക്കിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ അതെ. പക്ഷേ വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അയാളിങ്ങനെ ഡിവോഴ്സിൻ്റെ ഒരു വക്കിലെത്തി നിൽക്കുകയായിരുന്നു. സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്ന് നിൽക്കുമ്പോൾ മാങ്ങോട്ടുകാവിൽ പോയി ഇറങ്ങി വരിക്കുന്ന സമയത്ത് ലോട്ടറി എടുത്തു. അതിൽ 60 ലക്ഷം രൂപ ആൾക്ക് അടിച്ചു. മടങ്ങിപ്പോയ ഭാര്യയും മക്കളും എല്ലാം തിരിച്ചു വന്ന ആൾ ഭയങ്കര ഹാപ്പിയാണെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. തന്നെ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ഭക്തൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ ഭഗവതി അതെന്തായാലും ചോദിച്ചിരിക്കും. അതിനുള്ള മറുപടിയും കാണിച്ചു കൊടുക്കും. അത് കരുതി നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ചോദിക്കാമെന്നല്ല. നമുക്ക് ആവശ്യമുണ്ട്, നമുക്ക് ആ കാര്യം ആവശ്യമാണ്. നമ്മളൊരു ശത്രു നശിക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മൾക്കതിൽ നിന്ന് ഉപദ്രവം ഇല്ലാതിരിക്കാനാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ നടക്കും. അല്ലാതെ മറ്റൊരാളുടെ പതനത്തിന് വേണ്ടിയിട്ട് അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ഭഗവതി നമ്മളെ വട്ടം കറക്കിക്കൊണ്ടേയിരിക്കും. കാരണം നമ്മളതിൽ നിന്ന് പിന്തിരിയണം. നമ്മുടെ ആ ചിന്ത മാറി നമ്മൾ എന്താണോ വേണ്ടത് വെച്ചാൽ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നവരെ നമ്മൾ ഭഗവതി പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റോറീസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.